നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞു, ഇനി വിധി കാക്കുകയാണ്. 78% പോളിംഗ് ഉണ്ടായത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക? UDF വലിയ പ്രതീക്ഷ വയ്ക്കുകയാണ്. കാരണം 10 വർഷത്തെ LDF ഭരണം അവസാനിപ്പിച്ച് UDFന് അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം LDF മൂന്നാം ഭരണം എന്നുള്ളതും പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം ഇനി ചില വിലയിരുത്തലുകൾ അവസാന ദിവസങ്ങളിൽ, അതായത് ഈ ഫലം വരുന്നതിന് മുമ്പ് നടത്തേണ്ടതുണ്ട്. NDA ആദ്യമുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. 3 സീറ്റുകളാണ് അവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ ഒരു വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടിയുള്ള ചർച്ചകൾ ഇനി, അതായത് ആർക്ക് ജയം, എന്താണ് ഇനി പറയേണ്ടത്, അങ്ങനെയുള്ള ചർച്ചകൾ പോവുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിലേക്ക് പോയാൽ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ച ഇന്ന് ഇസ്ലാമാബാദിൽ നടക്കുകയാണ്. US ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാനിൽ ഈ ചർച്ചയ്ക്കായി എത്തിയിട്ടുണ്ട്. ഷെഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ച. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് സുസ്ഥിരമായ ഒരു സമാധാനം കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഈ ചർച്ചയിലൂടെ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ധാരാളം വാർത്തകൾ, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചർച്ചകൾ, വിശകലനങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഒപ്പം ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനം പുലരാനുള്ള വഴികൾ തുറക്കുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള വാർത്തകളാണ് ഈ ദിവസം വരുന്നത്. ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി കാത്ത് കേരളം. പോളിംഗ് 78.27%. കൂടുതൽ പോളിംഗ് പാലക്കാടും കോഴിക്കോടും, കുറവ് പത്തനംതിട്ടയിൽ. കനത്ത പോളിംഗിൽ പ്രതീക്ഷയോടെ മുന്നണികൾ. ഇത്തവണത്തേത് 1987 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ്. ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് CPM. ജയസാധ്യത വിലയിരുത്താൻ മറ്റന്നാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. 80-ലധികം സീറ്റ് ഉറപ്പെന്ന് UDF. തരംഗമെങ്കിൽ 100-ലേക്ക് എത്തുമെന്നും വിലയിരുത്തൽ. 3 സീറ്റ് പ്രതീക്ഷിച്ച് NDA. വോട്ടെടുപ്പിന് ശേഷം കണ്ണൂരിൽ വ്യാപക അക്രമം. UDF ബൂത്ത് ഏജന്റുമാർക്ക് പരിക്ക്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും ആക്രമണം. മട്ടന്നൂരിൽ കോൺഗ്രസ് മന്ദിരം അടിച്ചു തകർത്തു. സംഘർഷ സാഹചര്യത്തിൽ കരുതൽ വേണമെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. അസമിലും പുതുച്ചേരിയിലും റെക്കോർഡ് പോളിംഗ്. പോളിംഗ് ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമെന്ന് മുന്നണികൾ. ഭരണ തുടർച്ച ഉറപ്പെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ബംഗാളിൽ BJPയുടെ പ്രകടന പത്രിക ഇന്ന് അമിത്ഷാ പുറത്തിറക്കും. കുവൈറ്റിൽ വീണ്ടും ഇറാൻ ഡ്രോൺ ആക്രമണം. കുവൈറ്റിലെ അതീവ സുരക്ഷാ മേഖലയായ നാഷണൽ ഗാർഡ് സൈറ്റിൽ. കെട്ടിടങ്ങൾക്കും സൈനിക സാമഗ്രികൾക്കും കേടുപാടുകൾ സംഭവിച്ചുവെന്ന് കുവൈറ്റ് നാഷണൽ ഗാർഡ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ ജദാൻ ഫാദൽ. ആർക്കും പരിക്കില്ല. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക ചർച്ച ഇന്ന് ഇസ്ലാമാബാദിൽ. IPL-ൽ കൊൽക്കത്തയ്ക്ക് 3ാം തോൽവി. ലക്നൌവിന്റെ ജയം 3 വിക്കറ്റിന്. 181 റൺസ് മറികടന്നത് അവസാന പന്തിൽ. ലക്നൌവിന്റെ രക്ഷകനായത് മുകുൾ ചൗധരി. ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. ഇനി ആ വിധി എന്ത് എന്നറിയാനുള്ള ഒരു കാത്തിരിപ്പാണ്. ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ എന്ന് തീരുമാനിക്കുന്ന ആ നിർണായക തെരഞ്ഞെടുപ്പിനാണ് കേരളം ഇന്നലെ വിധി എഴുതിയത്. മികച്ച പോളിംഗ്, അതായത് 78%-ലധികം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 50-ലേറെ മണ്ഡലങ്ങളിൽ പോളിംഗ് 80% കടന്നു എന്നുള്ളതും മുന്നണികളെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. SIR-ന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. തെക്കൻ ജില്ലകളിലും വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ തെക്കൻ ജില്ലകളിലൊക്കെ UDF വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇത്തവണ മറികടക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ UDF മുന്നോട്ട് വയ്ക്കുകയാണ്. 80-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. അതേസമയം LDF-നെ സംബന്ധിച്ച് 3ാം ഭരണം എന്നുള്ളത് അവർ ഏകദേശം ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. NDA വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് ഈ മുന്നണികളുടെ വിലയിരുത്തൽ, ഒപ്പം പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നമ്മുടെ ഒപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ, അതായത് തിരുവനന്തപുരത്ത് നിന്നും AB ജോൺ ജോസഫ്, കൊച്ചിയിൽ നിന്നും അശ്വതി AT, കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ, ഒപ്പം കണ്ണൂരിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ എന്നിവർ ചേരുന്നുണ്ട്. 4 പേർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം എബിയിലേക്കാണ്. എബി,
വലിയ പ്രതീക്ഷ വെക്കുകയാണ്. വിധി അനുകൂലമാകുമെന്നറിയാൻ പക്ഷെ നമ്മൾ മെയ് 4 വരെ കാത്തിരിക്കണം. ആർക്കാണത് ആ വിധിയിൽ പ്രതീക്ഷ, അതായത് ആരുടെ ഒരു ചിറകാണ് മുളയ്ക്കുക, ആരാണ് ചിറകുയർത്തി പറക്കാൻ പോകുന്നതെന്ന് അറിയാൻ കാത്തിരിക്കണം. പക്ഷേ വലിയ പ്രതീക്ഷ, അതായത് വിലയിരുത്തലുകൾ നടക്കുകയാണ്. CPM സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് വിലയിരുത്താനിരിക്കുകയാണ് മറ്റന്നാൾ. UDF എന്തായാലും 100 സീറ്റ്, അതായത് ഒരു തരംഗമുണ്ടായാൽ 100 സീറ്റ് ഉറപ്പ് എന്നുള്ള തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. NDA സംബന്ധിച്ച് 3 സീറ്റുകൾ പ്രതീക്ഷിക്കുകയാണല്ലോ. തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ കേരളം വിധി എഴുതിയിരിക്കുന്നു. അടുത്ത 5 വർഷത്തേക്ക് ആരാണ് ഭരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ്. ഇനിയിപ്പോഴുള്ള 10-24 ദിവസത്തോളം ഈ കൂട്ടലും കിഴിക്കലുമായി തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളൊപ്പം തന്നെ മാധ്യമങ്ങളൊപ്പം തന്നെ നേതാക്കളൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമാണ് ഈ വിധി എന്നുള്ളതാണ് അവരെല്ലാവരും തന്നെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വന്ന പ്രതികരണങ്ങളൊക്കെ തന്നെയും ആ നിലയ്ക്കാണ് സൂചിപ്പിക്കുന്നത്. 88-ന് ശേഷം ഇത്തരത്തിലൊരു വലിയ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനത്തിൽ ഒരു വലിയ കുതിപ്പുണ്ടാകുന്നത് ഇതാദ്യമാണ് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. 80-നടുത്തേക്ക് തന്നെ പോളിംഗ് ശതമാനം എത്തുന്ന ഒരു സാഹചര്യമാണ്. ഇന്നാവും അതിൻ്റെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമാകുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ തന്നെയും നൽകാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ വരെ 8 മണി വരെയുള്ള കണക്കുകളാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതനുസരിച്ച് വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ ശക്തമായ രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. അത് തന്നെ തെക്കൻ ജില്ലകൾ ആര് പിടിക്കുന്നു എന്നുള്ളതിന് അനുസരിച്ച് തന്നെയായിരിക്കും ഈ ഭരണത്തിലെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അത് ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും അത് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ തവണ ഈ 3 ജില്ലകളിലായുള്ള 30 സീറ്റുകളിൽ 27 സീറ്റുകളും നേടിക്കൊണ്ടായിരുന്നു LDF അധികാരത്തിലേക്ക് വന്നത്. എന്നാൽ ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏതാണ്ട് 6 സീറ്റോളം UDF പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കൊല്ലത്തും അതിന് സമാനമായ രീതിയിലൊരു മുന്നേറ്റം നടത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ തവണ LDF നേടിയ ആ ഒരു വിജയം അത് UDFന് ഇത്തവണ നേടാൻ കഴിയുമെന്നുള്ള അവകാശമാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ തെക്കൻ ജില്ലകളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ തങ്ങൾക്ക് കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ UDF വെക്കുന്നു. കേരളമാകെ ഒരു UDFന്റെ തരംഗമുണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങളാവും തെക്കൻ ജില്ലയിലും ഉണ്ടാവുക. അതിൽ നിന്ന് ആ തരംഗത്തിൽ നിന്ന് തെക്കൻ ജില്ലയ്ക്ക് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ LDF അതിനൊക്കെ തന്നെയും തള്ളിക്കളയുകയാണ്. കഴിഞ്ഞ തവണത്തേതുപോലെ അത്രമാത്രം ഒരു വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എങ്കിലും തെക്കൻ ജില്ലകളിൽ സർവാധിപത്യം സ്ഥാപിക്കാൻ LDFന് കഴിയും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈലന്റ് ഫാക്ടറോ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു സൈലന്റ് ഫാക്ടറോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ NDAയും വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. NDA ശക്തമായിട്ടുള്ള ത്രികോണ മത്സരങ്ങളൊക്കെ നടന്ന മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെയും തങ്ങൾക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ്. നേമം, വട്ടിയൂർക്കാവ്, ഒപ്പം തന്നെ കഴക്കൂട്ടം തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങൾ, ഒപ്പം തന്നെ കൊല്ലത്തെ ചാത്തന്നൂർ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെയും വിജയപ്രതീക്ഷ തന്നെയാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താൻ NDAക്ക് ഇത്തവണ കഴിയും. കഴിഞ്ഞ തവണത്തേതുപോലെ വോട്ട് ഷെയർ ഉയർത്തുക മാത്രമല്ല, മറിച്ച് 1-ലധികം സീറ്റുകൾ നേടുക എന്നതുകൂടി അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടിയാണ്. അതിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി, പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയിരുന്നു. അത് വിജയം കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് NDA ക്യാമ്പും വ്യക്തമാക്കുന്നത്. എന്തായാലും SIRന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും തന്നെ ഇല്ലായിരുന്നു. പത്തനംതിട്ട ജില്ലയിലാണ് ഇത്തവണ ഈ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തി. പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പത്തനംതിട്ട ജില്ലയിലും പോളിംഗ് ശതമാനത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആറന്മുള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇത് ആർക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും UDFും LDFും ഇത് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത് എന്നതും ഇപ്പോൾ പറയാം. ഒപ്പം ദയവായി തുടരുക. നമുക്കിപ്പം നമ്മുടെ 3 പ്രതിനിധികൾ കൂടി ചേരുകയാണ്. തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണനൊപ്പം മലപ്പുറത്ത് നിന്ന് TK അരവിന്ദൻ, കൂടാതെ ആലപ്പുഴയിൽ നിന്നും അജയ്നാഥ് കൂടി ചേരുന്നുണ്ട്. ഇനി അശ്വതിയിലേക്കാണ് പോകുന്നത്. എബി സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ ജില്ലകളിൽ പോളിംഗ് ഉയരുന്നത് വലിയ പ്രതീക്ഷയോടെ UDF കാണുകയാണ്. ഒപ്പം ഈ പത്തനംതിട്ടയിൽ കുറച്ച് പോളിംഗ് എല്ലാ ജില്ലകളെ അപേക്ഷിച്ച് കുറവാണെങ്കിൽ കൂടി കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അശ്വതി, മധ്യ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ പലയിടത്തും UDFന് അടിതെറ്റിയിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ളതാണ് UDFന്റെ പ്രതീക്ഷ. അതേസമയം LDF നേരത്തേക്കാൾ മധ്യ കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ
വലിയ മുന്നേറ്റം ഉണ്ടാക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. NDA സംബന്ധിച്ചും ചില പ്രതീക്ഷകൾ, അതായത് വോട്ട് ശതമാനമെങ്കിലും ഉയർത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. മധ്യ കേരളത്തിന്റെ ഒരു കണക്കുകൾ എങ്ങനെയാണ്? ഈ മധ്യ കേരളത്തിൽ എല്ലാ കാലത്തും UDFനെ ഒപ്പം നിൽക്കുന്ന ഒരു ട്രെൻഡാണ് മധ്യ കേരളത്തിൽ പൊതുവിലായിട്ട് ഉള്ളത്. അത് ഇത്തവണയും തുടരും എന്നതാണ് UDF ക്യാമ്പുകളുടെ കണക്കുകൂട്ടൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം ജില്ലയാണ്. ഈ 14 മണ്ഡലങ്ങളിലും എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും മികച്ച ഒരു പോളിംഗ് ശതമാനം ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വീണ്ടും തങ്ങൾക്ക് അനുകൂലമാകും എന്നതാണ് UDFന്റെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ. അതിൽ 79.89% ജില്ലയിൽ ആകെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 8 മണ്ഡലങ്ങളിൽ 80% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ ഏറ്റവും കൂടുതൽ കുന്നത്തുനാടാണ്. കുന്നത്തുനാട് 2020 അടക്കം വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല അവിടെ 2020 NDAയുടെ ഭാഗമായതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ട്രെൻഡ്, ആ ഒരു അല്ലെങ്കിൽ ബാന്ധവം എങ്ങോട്ട്, ആ ഒരു അലയൻസ് എങ്ങോട്ട് ആർക്ക് അനുകൂലമാകും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വലിയൊരു കടുത്ത മത്സരം നടക്കുന്നത് കുന്നത്തുനാടിലാണ്. അതുപോലെ തന്നെ പറവൂരിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം മണ്ഡലമായ പറവൂരിലും ഇത്തവണ വലിയ ഒരു പോളിംഗ് ശതമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലവിലുള്ള ഒരു മാർജിൻ, അത് വലിയ രീതിയിൽ ഭൂരിപക്ഷം വലിയ രീതിയിൽ ഉയർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെയാണ് അദ്ദേഹം അവിടെ UDF ക്യാമ്പുകളും കണക്കുകൂട്ടുന്നത്. ഒപ്പം തന്നെ പെരുമ്പാവൂർ മണ്ഡലം, അങ്ങനെ റൂറൽ മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനമുണ്ട്. അങ്കമാലിയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും അങ്കമാലി UDFനൊപ്പം നിൽക്കുന്ന ഒരു ഇടം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ 8 മണ്ഡലങ്ങളിൽ ഈ 80% മുകളിലേക്ക് പോളിംഗ് വന്നത് വലിയ ഒരു കണക്കാണ്. അത് വീണ്ടും തങ്ങൾക്ക് അനുകൂലമാകും. ഇത്തവണ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും പിടിച്ച് എടുക്കാൻ സാധിക്കും എന്നതാണ് UDF കണക്ക് കൂട്ടുന്നത്. കൊച്ചിയും കളമശ്ശേരിയുമാണ് വലിയ ഒരു മത്സരം നിന്നിട്ടുള്ള 2 ഇടങ്ങൾ. അവിടെ LDF ആണ്. ഒപ്പം തന്നെ വൈപ്പിനിലും സിറ്റിംഗ് സീറ്റാണ് LDFന്റെ. പക്ഷേ അതെല്ലാം തന്നെ ഇത്തവണ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നതാണ് UDFന്റെ ഒരു കണക്ക് കൂട്ടൽ. എന്തായാലും ഈ കൊച്ചിയിലും കളമശ്ശേരിയിലും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു മത്സരം നടന്നിട്ടുണ്ട്. കൊച്ചി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അങ്ങനെ ഈ ട്രെൻഡ് ഇപ്പോൾ കേരളത്തിൽ ആകെ ഉണ്ടായിരിക്കുന്ന ഒരു ട്രെൻഡ്, അത് എറണാകുളം ജില്ലയിൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അത് വലിയ മുന്നേറ്റമായിട്ട് കാണാൻ സാധിക്കും. അത് തങ്ങൾക്ക് അനുകൂലമാകും എന്നതാണ് UDF കണക്ക് കൂട്ടുന്നത്. ഒപ്പം തന്നെ LDF വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്ന 2-3 മണ്ഡലങ്ങൾ, ഒന്ന് കളമശ്ശേരി, അതുപോലെ തന്നെ കൊച്ചി, വൈപ്പിൻ മണ്ഡലങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ സിറ്റിംഗ് MLAമാരാണ് ഉള്ളത്. അത് വീണ്ടും തങ്ങൾക്കൊപ്പം തന്നെ ആയിരിക്കും എന്നൊരു ആത്മവിശ്വാസമാണ് ഉള്ളത്. അതിൽ വൈപ്പിനിലൊക്കെയാണ് MLA മാറി മത്സരിച്ചിട്ടുള്ളത്. അദ്ദേഹം തൃപ്പൂണിത്തുറയിലേക്ക് വന്ന് മത്സരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ NDAക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ 2020ക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്തവണ കണ്ടറിയണം. അതായത് NDAക്കൊപ്പം 2020 ചേർന്നപ്പോൾ അതിനെ എങ്ങനെയാണ് ജനം വിലയിരുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഫലം വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാകും. എന്തായാലും അത്തരം കണക്ക് കൂട്ടലും കിഴിക്കലും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ എല്ലാ മുന്നണികളും ഉള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ, ഇന്ന് രാവിലെ തന്നെ. ശരി അശ്വതി, ദയവായി തുടരുക. ഇപ്പോൾ ജോസഫിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് കണ്ണൂർ ജില്ലയിലാണ്. ജോസഫ്, കണ്ണൂരിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളതാണ് പ്രധാനമായും പുറത്തു വരുന്ന വാർത്ത. UDF ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. വിവിധയിടങ്ങളിൽ UDF, CPM, BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. നിലവിലെ ഒരു സാഹചര്യം എന്താണ്? രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ വളരെ കരുതലോടെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. അഖില, തീർച്ചയായും വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ കണ്ണൂരിൽ വ്യാപകമായ രീതിയിലുള്ള സംഘർഷമാണ് വിവിധയിടങ്ങളിൽ നിന്നും അരങ്ങേറുന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും മട്ടന്നൂരും ധർമ്മടത്തും CPM പ്രവർത്തകർ തമ്മിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടായി. CPM പ്രവർത്തകർ, UDF പ്രവർത്തകർ, BJP പ്രവർത്തകർ പരസ്പരം തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പയ്യന്നൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് V കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചിരുന്ന T പുരുഷോത്തമൻ എന്ന മുൻ CPM നേതാവിന്റെ കാറിന് നേരെ ആക്രമണമുണ്ടായി. ഇദ്ദേഹത്തിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. ഇദ്ദേഹത്തിന്റെ കാർ ഉൾപ്പെടെ കത്തിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. എന്തായാലും തളിപ്പറമ്പിലും സ്ഥിതി വ്യത്യസ്തമല്ല. തളിപ്പറമ്പിൽ വ്യാപകമായ രീതിയിലുള്ള അക്രമമാണ് ഇത്തരത്തിൽ CPM പ്രവർത്തകർ അഴിച്ചുവിട്ടതെന്നുള്ള ആരോപണമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്.
മുല്ലശ്ശേരിയിൽ ഇത്തരത്തിൽ UDF ഓഫീസുകൾക്ക് നേരെയും ബൂത്ത് ഏജന്റുമാരുടെ വീടിന് നേരെയും വ്യാപകമായ രീതിയിൽ കല്ലേറുണ്ടായി. ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റ ഭാസ്കറിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മട്ടന്നൂരിലും തളിപ്പറമ്പിലും NDA ബൂത്ത് ഏജന്റുമാരായ മിഥുനും അതുപോലെ തന്നെ സോമനും പരിക്കേറ്റിട്ടുണ്ട്. CPM പ്രവർത്തകരാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതുപോലെ തന്നെ ഇന്നലെ രാത്രി മലപ്പട്ടത്ത് CPM പ്രവർത്തകനായ പ്രകാശിന് കുത്തേൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ വ്യാപകമായ രീതിയിൽ അക്രമ സംഭവങ്ങൾ ഇന്നലെ രാത്രിയും വോട്ടെടുപ്പ് അവസാനിച്ചതോടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്റലിജൻസ് വിവരം അനുസരിച്ച് അതീവ ജാഗ്രതയോടെ നീങ്ങണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത പ്രദേശങ്ങളുള്ള ബൂത്തുകളുള്ള ഒരു ജില്ല കണ്ണൂർ ജില്ലയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 6000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും അർദ്ധസൈനിക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരെയുമാണ് കണ്ണൂർ ജില്ലയിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് ക്രമീകരണ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം വലിയ രീതിയിൽ ഈ സായുധ സേന അംഗങ്ങൾ പിന്മാറുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും സമാന രീതിയിൽ തന്നെ അവസ്ഥയുണ്ടാകുമെന്ന് തന്നെയാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ കണ്ണൂർ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ വോട്ട് ചെയ്യാനെത്തിയ TK ഗോവിന്ദൻ UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ TK ഗോവിന്ദനെതിരെ വലിയ രീതിയിലുള്ള കൂക്കിവിളി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തളിപ്പറമ്പിലും പയ്യന്നൂരിലും മട്ടന്നൂരിലും സമാന സ്ഥിതി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ധർമ്മടത്ത് ബൂത്ത് ഏജന്റുമാർക്ക് നേരെ വ്യാപകമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും പോലീസ് അതീവ ജാഗ്രതയോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. കൂടുതൽ ജില്ലകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടെ വിന്യസിച്ചുകൊണ്ട് ക്രമസമാധാന പാലനം ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പയ്യന്നൂരിൽ തന്നെയാണ്. പയ്യന്നൂരിൽ ഇന്നലെ വ്യാപകമായി കള്ളവോട്ട് ചെയ്തു എന്നുള്ള പരാതി V കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളും ഈ പയ്യന്നൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും CPMന്റെ മുൻ പ്രവർത്തകനായിരുന്ന V കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചിരുന്ന പുരുഷോത്തമന്റെ കാറിന് നേരെ ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നു. കാർ കത്തിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ തളിപ്പറമ്പിലും UDF ബൂത്ത് ഏജന്റുമാർക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു. സ്തൂപങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു. പാർട്ടി ഓഫീസുകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ മലപ്പട്ടത്ത് മുല്ലശ്ശേരിയിൽ ഇത്തരത്തിൽ CPM പ്രവർത്തകന് കുത്തേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പരിക്കേറ്റ ഇയാളെ AKG ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇദ്ദേഹം ഉള്ളതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ മുന്നണിയിൽപ്പെട്ട ആളുകളും തമ്മിൽ പരസ്പരം കൊമ്പ് കോർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ശരി ജോസഫ്, ഞാൻ ലക്ഷ്മിയിലേക്ക് ഒന്ന് പോവുകയാണ്. വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം അറിയേണ്ടതുണ്ട്. ലക്ഷ്മി, വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായിരുന്നില്ല എന്നുള്ളത് ജോസഫിന്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ കോഴിക്കോടിനെ സംബന്ധിച്ച് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു ജില്ലയാണ്. ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ലകളിൽ ഒന്നാണ് കോഴിക്കോട്. ശക്തമായ പോരാട്ടം പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങളാണ് കോഴിക്കോട്. എങ്ങനെയായിരുന്നു ഒരുപക്ഷെ ഈ പ്രതീക്ഷയ്ക്കൊപ്പം, മുന്നണികളുടെ പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ കോഴിക്കോട് പോയിട്ടുണ്ടോ? അഖില, കോഴിക്കോട് 81.33% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോളിംഗ് ആണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ മറ്റ് മണ്ഡലങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ, അതായത് 84.41% കുന്നമംഗലം മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് PTA റഹീം, അതുപോലെ തന്നെ കാരാട്ട് റസാഖ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്ന മണ്ഡലമാണ്. ഏതായാലും LDFും UDF മാറി മാറി ഭരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ ഒരു മണ്ഡലത്തിൽ ഇത്തവണ ആര് ഭരിക്കും, ആര് നേടും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതേസമയം പോളിംഗ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാദാപുരം മണ്ഡലത്തിലാണ്. ഈ നാദാപുരം മണ്ഡലത്തിലാണ് KM അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് P വസന്തം ഉൾപ്പെടെ ആളുകൾ മത്സരിക്കുന്നത്. ഈ നാദാപുരം മണ്ഡലം എന്ന് പറയുന്നത് CPMന്റെ ഒരു കോട്ട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു മണ്ഡലമാണ് നാദാപുരം. അപ്പോൾ ഈ ഭാഗത്ത് വോട്ട് കുറയുന്നത് LDFന്റെ പ്രതീക്ഷ മങ്ങിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി അറിയേണ്ടത്. ഏതായാലും നമ്മൾ കഴിഞ്ഞ വർഷത്തെ, അതായത് 2021 77.63% കോഴിക്കോട് ജില്ലയിലെ പോളിംഗ്
ശതമാനം. ഏതായാലും വലിയ വർധനമാണ് കോഴിക്കോടേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മറ്റു കാര്യങ്ങൾ, അതായത് ഇന്നലെ പലയിടങ്ങളിലടക്കം LDF UDF തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. ഉള്ളിയേരി ഊരളൂർ ഭാഗത്ത് അടക്കം LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറ്റ്യാടി ഭാഗത്ത് കള്ളവോട്ട് ചെയ്തു എന്നാരോപിച്ച് വലിയ രീതിയിലുള്ള തർക്കങ്ങളും അതുപോലെ തന്നെ ആക്രമണങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ള ഒരു ഭാഗമാണ് കുറ്റ്യാടി എന്ന് പറയുന്നത്. ഏതായാലും വലിയ പോളിംഗ് ശതമാനം കോഴിക്കോട് ജില്ലയിൽ മാത്രമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം കാസർഗോഡ് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു 79.65% കാസർഗോഡ് ജില്ലയിലെ പോളിംഗ് ശതമാനം. ഏതായാലും നമ്മൾ കൂടുതൽ ഓർത്ത് വെക്കേണ്ടത് തൃക്കരിപ്പൂരാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കാര്യം സന്ദീപ് വാര്യർ അടക്കം UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ ഒരു മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കൂടുന്നത് UDFന് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഏതായാലും ഈ പോളിംഗ് ശതമാനം കുറവുള്ളത് കാഞ്ഞങ്ങാടാണ്. അങ്ങനെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരുന്ന ജില്ലയായി കാസർഗോഡ് മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം മെച്ചപ്പെട്ട നിലയിലേക്ക് കാസർഗോഡ് ജില്ല ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ഏതായാലും വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ 78.1% വയനാട് ജില്ലയിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഏതായാലും ഇത് 78.9% 2021 കണക്ക് പറയുമ്പോൾ. അപ്പോൾ ചെറിയൊരു മുന്നേറ്റം, ചെറിയൊരു പോളിംഗ് ശതമാനത്തിൽ വർധനവ് ഈ ജില്ലയിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും 3 മുന്നണികളും പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളാണ്. ഏതായാലും എല്ലാ 3 മുന്നണികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അഖില, ശരി, അജയിലേക്ക് പോവുകയാണ്. അജയ്, ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് സമാധാനപരമായാണ് തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിലും ചിലയിടത്തൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നടക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. അമ്പലപ്പുഴയിൽ എന്ത് സംഭവിക്കും? ജി സുധാകരൻ വിജയിച്ചു വരുമോ എന്നുള്ള ചോദ്യം ഉണ്ട്. CPM-നെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അമ്പലപ്പുഴ. UDF-ന് പക്ഷേ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ വയ്ക്കുകയാണ്. എങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിലെ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ? അഖില, കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി വലിയ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. 77.39% പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ വർധനവാണ് ഈ പോളിംഗിൻ്റെ രംഗത്ത് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെ UDF-ൽ വലിയ ആത്മവിശ്വാസം വളർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, അതായത് കായംകുളത്ത് NDA സ്ഥാനാർത്ഥിയായ തമ്പി മേട്ടുതറയ്ക്ക് നേരെ CPM പ്രവർത്തനം നടത്തിയ അക്രമം, അതിനുശേഷം അദ്ദേഹം ചികിത്സ തേടുന്ന സാഹചര്യമുണ്ടായി. അതൊഴിച്ചാൽ ഒറ്റപ്പെട്ട സംഭവം എന്ന സംഭവ രീതിയിൽ അതൊഴിച്ചാൽ ബാക്കി എല്ലാ ബൂത്തുകളിലും സമാധാനപരമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 32 പ്രശ്നബാധിത ബൂത്തുകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും തന്നെ മറ്റു തരത്തിലേക്കുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിലനിന്നില്ല. രാവിലെ ചില ബൂത്തുകളിൽ, കുട്ടനാട്ടിലെ ചില ബൂത്തുകളിൽ ഈ വോട്ടിംഗ് മെഷീൻ തകരാറാണ് സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോൾ തന്നെ അത് പരിഹരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും വലിയ സംഘർഷ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അത്തരത്തിലേക്കൊന്നും പോകാതെ, പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ വോട്ടിംഗ് പൂർത്തിയാക്കുന്ന സാഹചര്യമുണ്ട്. അമ്പലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച് അഖിൽ സൂചിപ്പിച്ചോടെ തന്നെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ഡലം കൂടിയാണ് അമ്പലപ്പുഴ. ആ നിലയിലേക്ക് അമ്പലപ്പുഴ മാറി. ആദ്യഘട്ടത്തിൽ സുധാകരൻ പിന്നോട്ട് പോയ സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പ്രചരണം കൊഴുപ്പിച്ചതോടെ സുധാകരൻ മുന്നോട്ട് വന്ന വലിയ തരത്തിലേക്കുള്ള ഒരു ജനവികാരം സുധാകരനിൽ അലയടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുതന്നെയാണ് LDF-ന് തലവേദന സൃഷ്ടിക്കുന്നതും UDF-ന് ഒരു പ്രതീക്ഷ നൽകുന്നതും. അവസാന ഘട്ടത്തിൽ വലിയ ഒരു ജനപിന്തുണ, ജനങ്ങളുടെ വലിയൊരു ആവേശം സുധാകരനിൽ കാണാൻ കഴിഞ്ഞിരുന്നു. സുധാകരൻ്റെ പ്രകടനങ്ങൾ ഉൾപ്പെടെ, പൊതുപരിപാടികൾ ഉൾപ്പെടെ വലിയ ഒരു പങ്കാളിത്തം UDF-ൻ്റെ ഭാഗത്തുനിന്നുമെല്ലാം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഒരു പ്രതീക്ഷ നൽകുന്നത്. ഒപ്പം തന്നെ സുധാകരൻ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് തൻ്റെ പോസ്റ്റർ ഉൾപ്പെടെ CPM പ്രവർത്തനം നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രചാരണ രംഗത്ത് സജീവമായത്. ഇതൊക്കെ കൂടിയും ഈ മണ്ഡലത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയ വികാരം ഉണർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം UDF ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിജയ പ്രതീക്ഷയാണ് അമ്പലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച് UDF മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഹരിപ്പാടാണ് UDF-നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രതീക്ഷയുള്ളൊരു മറ്റൊരു മണ്ഡലം. മറ്റൊന്ന് കുട്ടനാട്ടിലും സമാനമായ രീതിയിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വിശ്വാസമാണ് UDF നേതൃത്വത്തിനുള്ളത്. ഒപ്പം തന്നെ കായംകുളം മണ്ഡലത്തിലും പ്രതിഭയാണ് അവിടുത്തെ സിറ്റിംഗ് MLA. അവിടെയും M. ലിജുവിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. M. ലിജു വിജയിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് UDF ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത്. ആ നിലയിൽ കണക്ക് നോക്കിയാൽ ഏതാണ്ട് 4-ന് മുകളിൽ സീറ്റുകൾ
ആലപ്പുഴ ജില്ലയിൽ നേടാനാകും എന്നൊരു പ്രതീക്ഷ UDF ക്യാമ്പിനുണ്ട്. മുഴുവൻ സീറ്റിലും വിജയിക്കുമെന്ന് നേതാക്കൾ പറയുമ്പോൾ പോലും ഇതാണ് UDFിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ പൊതുവെ ആലപ്പുഴയിലെ രാഷ്ട്രീയം സംബന്ധിച്ചുമുള്ള ഒരു സാഹചര്യം. NDA സംബന്ധിച്ച് NDAക്ക് വലിയ വോട്ടിങ്ങിൽ വലിയ ശതമാനം ഉയർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്, വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ചെങ്ങന്നൂർ ഉൾപ്പെടെ ഹരിപ്പാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം NDAക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രചരണ രംഗത്ത് ഉൾപ്പെടെ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. അത് വോട്ടിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുവാൻ NDAക്ക് കഴിയും എന്നതാണ് NDA ക്യാമ്പിൻ്റെ വിശ്വാസം. LDFിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 8 സീറ്റുകളാണ് LDF മണ്ഡലത്തിൽ നേടിയത്. ഹരിപ്പാട് മാത്രമായിരുന്നു LDFിന് നഷ്ടപ്പെട്ടിരുന്നത്. വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ച LDFിന് അത് ഏത് നിലയിൽ ഇത്തവണ ജനം സ്വീകരിക്കുമെന്നുള്ള ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു. അജയ് ദയവായി തുടരുക. എബി, അശ്വതി, ലക്ഷ്മി, ജോസഫ്, ഒപ്പം അജയും അരവിന്ദനും ഹരീഷും ഒക്കെ നമുക്കൊപ്പം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ദിവസം പുലർച്ചെ മുതൽ ഇന്നലെ അർദ്ധരാത്രി വരെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ചർച്ചകളിൽ ഒക്കെ ഇവർ സജീവമായിരുന്നു. വാർത്തകൾ കൃത്യസമയത്ത് എത്തിക്കാൻ സജീവമായിരുന്നു. ഇന്ന് വീണ്ടും അവർ ആ വാർത്തകൾ കൃത്യസമയം എത്തിക്കാനുള്ള ആ ഒരു തത്രപ്പാടിലാണ്. നമ്മുടെ പ്രതിനിധികളെല്ലാം വിവിധ ഇടങ്ങളിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നേരത്തെ തെക്കൻ കേരളത്തിൻ്റെ ഒപ്പം മധ്യ കേരളത്തിൻ്റെ വിശേഷങ്ങൾ, വടക്കൻ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇനി മലപ്പുറം ജില്ലയിലേക്കാണ് പോകേണ്ടത്. മലപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, അതായത് 2 മുന്നണികളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുള്ള ഇടമാണ്. കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ മത്സരിക്കുന്ന ഭൂരിഭാഗം സീറ്റുകളിലും മുസ്ലിം ലീഗ് വിജയിക്കും എന്ന് പറഞ്ഞു വെച്ചിരുന്നു. അതുകൊണ്ട് മലപ്പുറത്ത് എത്രത്തോളം നിർണായകമാണ് മുസ്ലിം ലീഗിന്റെ ഒരു ഈ വാക്കുകൾ എന്നുള്ളത് പ്രധാനമായും പറയേണ്ടതാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്, LDFിനെ സംബന്ധിച്ച് മലപ്പുറത്ത് വലിയ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നു. NDA അവരുടെ വോട്ട് ഭേദം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് മലപ്പുറം ജില്ലയിൽ കൂടുതലായി നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അരവിന്ദനുണ്ട്. അരവിന്ദൻ, എങ്ങനെയാണ് മലപ്പുറം ജില്ലയിലെ ഒരു തെരഞ്ഞെടുപ്പ്? കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിൽ കൂടി എങ്ങനെയാണ് ആളുകളുടെ ഒരു മനസ്സെന്തായിരുന്നിരിക്കാം? അഖില, മലപ്പുറത്ത് വളരെ ആവേശകരമായ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആളുകളെല്ലാം, വോട്ടർമാരും മുന്നണികളും എല്ലാം അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ്. മലപ്പുറത്ത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 5% പോളിംഗ് ആണ് കൂടുതലായി നടന്നത്. എന്നാൽ വലിയ തോതിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് ഏറനാട് മണ്ഡലത്തിലാണ്. ഏറനാട് മണ്ഡലത്തിൽ 83.27% പോളിംഗ് നടന്നിട്ടുണ്ട്. ഏറ്റവും കുറവ് പൊന്നാനിയിലാണ്. പൊന്നാനിയിൽ കഴിഞ്ഞ തവണത്തെ അതേ പോളിംഗ് ആണ്, ഏതാണ്ട് 78% പോളിംഗ് ആണ് പൊന്നാനിയിൽ നടന്നിട്ടുള്ളത്. അതിനാൽ തന്നെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കടുത്ത മത്സരം നടന്ന ഒരു മണ്ഡലമാണ്. UDF ഇത്തവണ പിടിച്ചെടുക്കുമെന്നുള്ള വാശിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി. അതിനാൽ തന്നെ അതുപോലെ തന്നെ CPMൽ ചില്ലറ അസ്വരസ്യങ്ങൾ പൊന്നാനിയിലുണ്ടായിരുന്നു. ഇതെല്ലാം ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. എന്തായാലും മുസ്ലിം ലീഗ് വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും UDF വിജയിക്കുമെന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം പോളിംഗ് അവസാനിക്കുന്നതിന് തൊട്ടു മുൻപായി കുഞ്ഞാലിക്കുട്ടി പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ ആത്മവിശ്വാസം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി UDF നേതാക്കളിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം കൃത്യമായ സംഘടനാ സംവിധാനം മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചിരുന്നു. ഒപ്പം കോൺഗ്രസുമായുള്ള പ്രശ്നങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞു തീർത്തിരുന്നു. ഈ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ്, അതുപോലെ തന്നെ എതിർപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം പുതിയ ആളുകളെ പരീക്ഷിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു സമഗ്രമായ വിജയത്തിലെത്താൻ വേണ്ട കാര്യങ്ങൾ ലീഗ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് UDF. ഒപ്പം ഇതിൽ കോൺഗ്രസിൻ്റെ നീക്കം എടുത്തു പറയേണ്ടതാണ്. തവനൂർ പോലുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് DCC പ്രസിഡന്റ് VS ജോയിയാണ് KT ജലീലിനെതിരെ ഇവിടെ മത്സരിക്കുന്നത്. ഈ മണ്ഡലത്തിലെല്ലാം കടുത്ത പോരാട്ടമാണ് UDF കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഒരു 5000-ലേറെ വോട്ടുകളെങ്കിലും ഭൂരിപക്ഷത്തിൽ തവനൂരിൽ ജയിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വം വെച്ചു പുലർത്തുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി PV അൻവർ ഇപ്പോൾ UDF കേന്ദ്രങ്ങളിലാണ്. അതിനാൽ തന്നെ നിലമ്പൂരിൽ വലിയൊരു മത്സരം UDFന് നേരിടേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ തവണ 38 വോട്ടിന് വിജയിച്ച പെരിന്തൽമണ്ണ മണ്ഡലം കാന്തപുരമാണ് അവിടെ മത്സരിക്കുന്നത്. നജീബ് കാന്തപുരം 38 വോട്ടിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. പക്ഷേ അവിടെ ഇത്തവണ വലിയ തോതിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാവുമെന്ന പ്രതീക്ഷ UDF കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ താനൂരിൽ വിജയിച്ച V അബ്ദുറഹ്മാൻ മന്ത്രി കഴിഞ്ഞ തവണ താനൂരിലാണ് വിജയിച്ചിരുന്നത്. ഇത്തവണ അദ്ദേഹം സ്വന്തം മണ്ഡലമായ തിരൂരിൽ മത്സരിക്കുന്നു. അതുപോലെ തന്നെ
തന്നെ തിരൂരിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. കുറുക്കോളി മൊയ്തീനാണ് UDF സ്ഥാനാർത്ഥി. ഇവിടെ ശക്തമായ മത്സരം ഈ അബ്ദുറഹ്മാനിൽ നിന്ന് UDF നേരിടുന്നുണ്ട്. കഴിഞ്ഞ തവണ 7000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കുറുക്കോളി മൊയ്തീൻ ഇവിടെ വിജയിച്ചത്. എന്നാൽ അബ്ദുറഹ്മാന്റെ സ്വന്തം മണ്ഡലം എന്നുള്ള നിലയ്ക്കുള്ള സ്വാധീനമെല്ലാം നല്ല പ്രചരണവുമെല്ലാം LDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. തിരൂർ, പൊന്നാനി, തവനൂർ മണ്ഡലങ്ങളിലാണ് പ്രധാനമായും LDF കേന്ദ്രങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളും വിജയിക്കാനാകുമെന്ന പ്രതീക്ഷ UDF കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തുന്നു. NDA ആകട്ടെ തവനൂർ, വള്ളിക്കുന്ന് മണ്ഡലങ്ങളിൽ കാര്യമായ മുന്നേറ്റം നടത്താനാകുമെന്ന പ്രതീക്ഷ NDA കേന്ദ്രങ്ങളും വെച്ചു പുലർത്തുന്നുണ്ട്. എന്തായാലും ഇനി നേതാക്കൾ കൂട്ടിലും കിഴക്കിലുമായി ഇനി നേതാക്കൾ കളത്തിൽ സജീവമാവും. അതിനുള്ള ദിവസങ്ങൾ ഏറെയുണ്ട്. അതിനാൽ തന്നെ അല്പസമയത്തിനകം കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. 10 മണിയോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണും. അപ്പോൾ ലീഗിൻ്റെ അല്ലെങ്കിൽ UDF ഒരു തീരുമാനം അല്ലെങ്കിൽ അവർ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കുഞ്ഞാലിക്കുട്ടി വിശദീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. LDF കേന്ദ്രങ്ങൾ ചർച്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെ വോട്ടെടുപ്പ് അവസാനിച്ചതോടുകൂടി വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അവർ തേടിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ കണക്കുകൂട്ടലുകളുടെ നാളുകളാണ്. വലിയ അരവിന്ദൻ തുടരുക. ഇപ്പോൾ ഹരീഷ് കൂടി ചേരുന്നുണ്ട്. ഹരീഷ്, ചെറിയ യന്ത്രത്തകരാറുകൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ കൂടി കഴിഞ്ഞ 2021 മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ലകളിലൊന്ന് തന്നെയാണ് തൃശ്ശൂർ. തൃശ്ശൂരിനെ സംബന്ധിച്ച് LDF UDFനൊപ്പം തന്നെ BJPയും അല്ലെങ്കിൽ NDA വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ജില്ലകളിൽ ഒന്നാണ്. എന്താണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ആളുകളുടെ മനസ്സ്, അതായത് ആളുകൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. വിലയിരുത്തലുകൾ എന്താണ് മുന്നണികളെ സംബന്ധിച്ച്? അഖില, തീർച്ചയായും തൃശ്ശൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാ തിരഞ്ഞെടുപ്പിലും പ്രവചനാതീതമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ, ഒരു ജില്ലയാണ് തൃശ്ശൂർ. അതിലെ മണ്ഡലങ്ങളും അത്തരത്തിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആ ഒരു മാറ്റം, ഒരു പുതുചരിത്രമൊക്കെ തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ച ഈ ഒരു തിരഞ്ഞെടുപ്പിലും ഉണ്ടാകും, അല്ലെങ്കിൽ ചില സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ പോലെ സർപ്രൈസുകൾക്ക് സാധ്യതയുണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ വളരെ നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ സാധിച്ചത്. പ്രധാനമായും ഒല്ലൂര്, നാട്ടിക, തൃശ്ശൂര് ഈ 3 മണ്ഡലങ്ങളാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം. കാരണം വാശിയേറിയ പോരാട്ടം നടക്കുന്ന 3 മണ്ഡലങ്ങൾ, ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയപ്പെടുന്ന 3 മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും വലിയ രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF UDFും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് കണ്ടതെങ്കിൽ ഇത്തവണ NDA കൂടി ആ ഒരു അങ്ങോട്ടേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമായി മാറുന്നത് തൃശ്ശൂരിലെ പല മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. സ്ഥാനാർത്ഥികളും അത്തരത്തിൽ തന്നെ വളരെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഈ പ്രധാന മണ്ഡലങ്ങളിലെല്ലാം തന്നെ നിർത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു പ്രവചനാതീതമായ ഒരു റിസൾട്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് പ്രധാനമായും തൃശ്ശൂരിലെ ഒരു രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ തന്നെ തൃശ്ശൂർ എങ്ങോട്ടേക്ക് ചായുമെന്നുള്ളത് പറയാൻ സാധിക്കില്ല. കാരണം ചരിത്രം നോക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു മാറ്റം സംഭവിക്കാം തൃശ്ശൂരിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വളരെ സുഗമമായി തന്നെയാണ് തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയത്. വളരെ വിരളമായ ചില യന്ത്രത്തകരാറുകൾ ഒഴിച്ചാൽ വളരെ സുഗമമായി തന്നെ പോയി. മാത്രമല്ല വടക്കാഞ്ചേരിയിൽ കള്ളവോട്ട് ആരോപണം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. ഈ BJP പ്രവർത്തകന്റെ പേരിൽ മറ്റൊരാൾ വന്ന് വോട്ട് ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്ന് BJP പ്രവർത്തകർ വലിയ കലഹമുണ്ടാക്കുകയും പോലീസ് ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല TN പ്രതാപനെ കയ്യേറ്റം ചെയ്തു എന്നുള്ളൊരു പരാതിയും കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് ബൂത്ത് ഏജന്റ് TN പ്രതാപനെ കയ്യേറ്റം ചെയ്യുന്നു. ആ ഒരു ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതാണ്. പോലീസ് അടക്കം ഇടപെടുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ചില ഭാഗങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. മറ്റൊന്ന് കൂർക്കഞ്ചേരിയിലാണ്. അക്ഷയ എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ കയ്യിൽ സ്റ്റിച്ച് ഇട്ടുകൊണ്ട്, കയ്യിൽ മുറിവ് പറ്റിയതുകൊണ്ട് സ്റ്റിച്ച് ഇട്ടതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പറയുകയും പിന്നീട് ഏറെ നേരത്തെ തർക്കങ്ങൾ കൂടി മണിക്കൂറുകൾക്ക് ശേഷം ആ കുട്ടി വോട്ട് ചെയ്ത് മടങ്ങുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ തൃശ്ശൂരിൽ നടന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ വളരെ സുഗമമായി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത്. കാരണം 3 മുന്നണികളും അത്രത്തോളം ആത്മവിശ്വാസം പങ്കുവെച്ചുകൊണ്ടാണ്
എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കണ്ടത്. തിരഞ്ഞെടുപ്പ് ദിവസം വരെ അത്രത്തോളം ആത്മവിശ്വാസമായിരുന്നു. ഓരോ സ്ഥാനാർത്ഥിയും വോട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം എടുത്ത് പറയുകയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച കോർപ്പറേഷൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ച വിജയം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും, അതിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. പ്രധാനമായും രാജൻ ജെ പല്ലൻ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹമൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അത്തരത്തിൽ വലിയ ഒരു മാറ്റം തൃശ്ശൂരിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. സമാനമായി തന്നെയാണ് LDFിൻ്റെയും പ്രതീക്ഷ. LDF വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. 13 എണ്ണത്തിൽ 12 എണ്ണവും LDFിൻ്റെ കയ്യിലാണ്. അത് വിട്ടുകളയാതെ പിടിച്ച് വെക്കുക, അല്ലെങ്കിൽ അതൊരു തുടർ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക, 13 സീറ്റുകളും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃശ്ശൂർ LDF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസം അവരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത് അത്ര തന്നെ സീറ്റുകൾ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ മുഴുവൻ സീറ്റുകളും 13 സീറ്റുകളും തൃശ്ശൂരിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് രാജൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. BJPയെ സംബന്ധിച്ച് വളരെ നിർണായകം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ആ ഒരു മുന്നേറ്റം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കണമെന്നുള്ള വലിയ ഒരു ലക്ഷ്യം അതാണ് NDA സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികൾ പറഞ്ഞത് വലിയ വിജയ പ്രതീക്ഷയുണ്ട്. ഈ വിവാദങ്ങളെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞാൽ, വിവാദങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ ഭാഗമാണ്, ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി, ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉടലെടുത്ത വിവാദങ്ങളാണ്. അതെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞാൽ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് NDAയും പറയുന്നത്. ഇത്തരത്തിൽ 3 മുന്നണികളും വലിയ വിജയപ്രതീക്ഷ കാത്തു സൂക്ഷിക്കുമ്പോൾ തൃശ്ശൂർ ആർക്കായിരിക്കും തൃശ്ശൂർ, അല്ലെങ്കിൽ തൃശ്ശൂർ ആരെടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിയ വിജയപ്രതീക്ഷ 3 പേരും കഴിഞ്ഞ ദിവസവും പങ്കുവച്ചിരുന്നു. തൃശ്ശൂരിന്റെ രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ്. 3 മുന്നണികൾക്കും വലിയ സാധ്യത കാണാൻ സാധിക്കും. മുന്നണികൾ അവരുടെ പ്രതീക്ഷകൾ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. അതായത് കൂട്ടിയും കിഴിച്ചും മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്ത മെയ് 3 വരെ അവർക്ക് സമയമുണ്ട് ഈ കൂട്ടലിനും കിഴിക്കലിനും. ഒപ്പം പ്രതീക്ഷകൾ എത്രത്തോളം ഉയർന്നിട്ടുണ്ട്, ചിലരുടെ പ്രതീക്ഷകൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകാം. ഏതായാലും കണക്കുകൾ അവരുടെ കൂട്ടലും കിഴിക്കലും ഒക്കെ നടക്കട്ടെ. എബിയിലേക്ക് കൂടി പോവുകയാണ്. എബി, LDFിനെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് അവർ 3ാം ഭരണം ഉറപ്പിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ എത്തിയത് തന്നെ. അതുകൊണ്ട് തന്നെ അവർ വലിയ പ്രതീക്ഷ വെക്കുന്നുമുണ്ട്. മറ്റന്നാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യുകയും ആ ഒരു വിലയിരുത്തൽ നടത്തുകയും ആവണല്ലോ. തീർച്ചയായും പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത് അത് 80 സീറ്റുകൾക്ക് മുകളിലേക്ക് ഉറപ്പായും ലഭിക്കും. ഒരു തരംഗമുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് 100-ന് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് CPM വിലയിരുത്തുന്നത്. ആ നിലയ്ക്ക് ഉള്ളൊരു പ്രതികരണം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് CPM വ്യക്തമാക്കുന്നത്. എന്തായാലും ആ നിലയ്ക്ക് ഏത് രീതിയിലാണ് ഇത്തരത്തിലൊരു പോളിംഗ് നടന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കാനായിട്ട് ഒരു മുന്നണികൾക്കും സാധിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എല്ലാവരും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ മുൻകാല, അല്ലെങ്കിൽ സ്വാഭാവികമായും വരുന്ന ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് പോളിംഗ് ശതമാനം ഉയർന്നാൽ അത് UDFനാണെന്നും, ഒപ്പം തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് സ്വാഭാവികമായും LDFനാണ് എന്നുള്ള ഒരു പൊതു വിലയിരുത്തലുണ്ട്. പക്ഷേ സമീപകാലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ആ നിലയ്ക്ക് അല്ല കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉയർന്ന പോളിംഗ് ഉണ്ടായപ്പോഴും താഴ്ന്ന പോളിംഗ് ഉണ്ടായ സമയങ്ങളിലുമൊക്കെ തന്നെയും LDF അധികാരത്തിൽ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2021-ലും ഒപ്പം തന്നെ 2016-ലും സമാനമായ രീതിയിൽ 70% മുകളിലേക്കൊക്കെ തന്നെ പോളിംഗ് പോകുന്ന നിലയുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെയും ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇത്തവണ SIR കൂടി വന്നതിന് ശേഷമുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ നിലയിൽ ഒരു പോളിംഗ് ശതമാനത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പോളിംഗ് 90% മുകളിലേക്ക് എത്തും എന്നുള്ള നിലയിൽ പോലും വിലയിരുത്തപ്പെടുന്ന ഒരു നിലയുണ്ടായിരുന്നു. അത് ഇന്നലെ പോളിംഗിന്റെ ദിവസം തന്നെ ആ നിലയ്ക്കുള്ള വിലയിരുത്തലുകളൊക്കെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പോലും കൂടെ ആ നിലയ്ക്കുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ആർക്കാണ് ഇത്തരത്തിൽ ഈ പോളിംഗിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കുതിപ്പ് അത് ആരെ തുണയ്ക്കുമെന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും UDFും LDFും അവരുടെ പ്രതീക്ഷ കൈവിടുന്നില്ല എന്ന് തന്നെയാണ്. UDF ഇപ്പോഴും പറയുന്നത് 100 സീറ്റിന് മുകളിൽ നേടി അധികാരത്തിൽ വരാൻ കഴിയും. ഒരു UDF തരംഗം സ്വാഭാവികമായി ഉണ്ട് എന്നുള്ളതാണ് UDFിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് ഒരു തരംഗമുണ്ടോ എന്നത്
കാത്തിരുന്ന് കാണണം. ശരി എബി, ഏതായാലും കൂട്ടലും കിഴിക്കലും ഒക്കെ മുന്നണികളുടെ നടക്കട്ടെ. നമ്മളും ഇങ്ങനെ ആ വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രതിനിധികൾ എബി ജോൺ ജോസഫ്, ഒപ്പം AT അശ്വതി, അതോടൊപ്പം TK അരവിന്ദൻ, അജയ് നാഥ്, ഹരീഷ്, ജോസഫ്, എല്ലാവരും, ലക്ഷ്മിപ്രിയ തുടങ്ങിയവർ വിവിധ ഇടങ്ങളിൽ നിന്നാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ഷീണത്തിലാണെങ്കിൽ പോലും ഈ ദിവസവും വളരെ സജീവമായി കേരളത്തിൽ വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഇതോടൊപ്പം തന്നെ ആസാമിലും പുതുച്ചേരിയിലും കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പായിരുന്നു, വോട്ടെടുപ്പായിരുന്നു. വലിയ പോളിംഗ് ആണ് രണ്ട് ഇടങ്ങളിലും. അതായത് ആസാമിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി 85-ന് മുകളിൽ 86% പോളിംഗ് എത്തുന്ന സാഹചര്യം. പുതുച്ചേരിയിലും അങ്ങനെ തന്നെയായിരുന്നു. ഇനി നമ്മൾ ആസാമിലേക്കാണ്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ നടന്ന വോട്ടെടുപ്പിൽ 86% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആസാമിൽ. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 7 പേരെ അറസ്റ്റ് ചെയ്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്. മെയ് 4-ന് പുതിയ സർക്കാർ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJPയും കോൺഗ്രസും നേർക്കുനേർ പോരാടുന്ന അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82.04% പോളിംഗ്. ഇത്തവണ 86-ന് മുകളിൽ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തി. 2.5 കോടിയിലധികം വോട്ടർമാരുള്ള സംസ്ഥാനത്ത് 722 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ദൽഗാം മണ്ഡലത്തിലാണ്, 94.57%. 35 ജില്ലകളിലായി 31,490 പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചിരുന്നു. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളിൽ 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും 7 പേരെ അറസ്റ്റ് ചെയ്തതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. തുടർഭരണം ഉറപ്പാണെന്ന് മുഖ്യമന്ത്രിയും ജലുക്ബാരിയിലെ സ്ഥാനാർത്ഥിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞു. കോൺഗ്രസ് സംസ്ഥാനത്ത് അപ്രസക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് പാർട്ടി कहाँ रहता है ये पार्टी, कहाँ है ये कांग्रेस, क्या पार्टी है ये, मैं तो नाम भी नहीं सुना हूँ, क्या चीज बताइए तो थोड़ा. മെയ് 4-ന് അസമിൽ പുതിയ സർക്കാർ വരുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അസം കോൺഗ്രസ് പ്രസിഡന്റും ജോർഹാട്ട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ഗൗരവ് ഗൊഗോയ് പറഞ്ഞു. BJPക്കെതിരെ ജനങ്ങൾ വിധിയെഴുതുമെന്നും ഗൗരവ് ഗൊഗോയ് വ്യക്തമാക്കി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ 126 മണ്ഡലങ്ങളിൽ 80-ലധികം സീറ്റുകൾ നേടിയായിരുന്നു BJP സഖ്യം ഭരണ തുടർച്ച നേടിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുച്ചേരിയിലേക്കും വലിയ ഒരു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏകദേശം 90% പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. 2011 രേഖപ്പെടുത്തിയ 85.57% ആയിരുന്നു ഇതിനു മുമ്പുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ്. പക്ഷേ ഈ ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ ഏകദേശം 89%, അതായത് 90% പോളിംഗ് രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് പുതുച്ചേരിയിൽ ഉണ്ടായിരുന്നത്. മുന്നണികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇന്ന് നമ്മൾ ഈ പോളിംഗ് ഉയർന്നത് ആർക്ക് അനുകൂലമാകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ അസമിലും പുതുച്ചേരിയിലും അങ്ങനെ ഒരു കണക്ക് എടുപ്പ്, അതായത് കൂട്ടലും കിഴിക്കലും അവിടെയും നടക്കുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ജിഷ്ണു, അസമിനെ സംബന്ധിച്ച് വലിയ പോളിംഗ്, ഉറപ്പായും ഭരണ തുടർച്ച എന്നാണ് പറയുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ. എന്നാൽ അധികാരമാറ്റമുണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. എന്താണ് അസമിന്റെ ഒരു നിലവിലെ സാഹചര്യം? അതിന് അസമിൽ BJPയും കോൺഗ്രസും നേർക്കുനേർ പോരാട്ടമെന്ന് നമുക്ക് വളരെ കൃത്യമായി എടുത്തു പറയാം. കാരണം കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന BJP ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി അതിശക്തി പ്രചാരണം നടത്തിയപ്പോൾ സംസ്ഥാനത്ത് ഇത്തവണ തിരിച്ചു വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നൊരു നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ പ്രചാരണം ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയധികം ശക്തമായ പ്രചാരണം കൊണ്ട് തന്നെയാണ് വോട്ടിംഗ് ശതമാനം 86% മുകളിലേക്ക് അസമിൽ പോയിട്ടുള്ളത്. അതിൽ പല മണ്ഡലങ്ങളിലും 85% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തി. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഒരു മണ്ഡലത്തിൽ ദൽഗാമിൽ രേഖപ്പെടുത്തിയത് 94%. അതുകൊണ്ട് തന്നെ ഉയർന്ന പോളിംഗ് ആർക്ക് അനുകൂലമാകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. വലിയ ആത്മവിശ്വാസത്തിലാണ് BJP സഖ്യത്തിന്റെ ക്യാമ്പുള്ളത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചത് കോൺഗ്രസിന്റെ ഭൂതകാലം അസമിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി ഓർമ്മയുണ്ട്. അതുകൊണ്ട് നിലവിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് അപ്രസക്തമാണ്, ജനങ്ങൾ ഒരിക്കലും കോൺഗ്രസിനെ തെരഞ്ഞെടുക്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആത്മവിശ്വാസം. പക്ഷേ ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയത്
റിസൾട്ട് വരുമ്പോൾ അസമിൽ പുതിയ സർക്കാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഉണ്ടാകും എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതായിരുന്നു മിക്ക സർവേകളും ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഴിമതി ആരോപണങ്ങളും സർക്കാരിനെതിരെയും ഒപ്പം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രചാരണം കോൺഗ്രസ് നടത്തിയിരുന്നു. അത് ജനങ്ങൾ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും വലിയ ദിവസങ്ങൾ 25 ദിവസങ്ങളാണ് ഇനിയും ആ റിസൾട്ട് വരുന്നതിന്, അസമിൽ റിസൾട്ട് വരുന്നതിനുള്ളത്. അവിടെയും ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുകയാണ്. ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമോ, അതല്ലെങ്കിൽ ഭരണ തുടർച്ച. ജിഷ്ണു, ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് പശ്ചിമ ബംഗാളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുകയാണ് ബി ജെ പി പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ. വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് കരുതുകയാണല്ലോ. അഖില, ബംഗാളിൽ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പശ്ചിമ ബംഗാൾ. അവിടെ തുടർച്ചയായ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിന് ഏതെങ്കിലും തരത്തിൽ അറുതി വരുത്താൻ BJPക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ മാസം 23, 29 രണ്ട് തീയതികളിലായി രണ്ടിടങ്ങളിലായാണ് ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്ന് 11 മണിക്ക് കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. വർഷങ്ങൾ നീണ്ട ഇടത് CPM ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടായിരുന്നു അവിടെ തൃണമൂൽ കോൺഗ്രസ് ഭരണം മമതയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. അതിനുശേഷം BJPക്ക് അവിടെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 3 സീറ്റുകൾ മാത്രമായിരുന്നു നേടാൻ സാധിച്ചത്. 2021 ആകുമ്പോഴേക്കും അത് 70 മുകളിലേക്ക് എത്തിച്ചുകൊണ്ടൊരു വലിയ കുതിച്ചുചാട്ടം നടത്താൻ BJPക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഭരണത്തിനടുത്തേക്ക് എത്താനോ മുഖ്യമന്ത്രി കസേരയിൽ ഏതെങ്കിലും തരത്തിൽ ഇളക്കം തപ്പാനോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധിച്ചിരുന്നില്ല. അത്രയധികം ശക്തമായ വോട്ട് ബാങ്ക് ബംഗാളിൽ മമതാ ബാനർജിക്കുണ്ട്. അതുകൊണ്ട് 2026 എത്തി നിൽക്കുമ്പോൾ ബംഗാളിൽ എന്ത് നടക്കും എന്നുള്ളത് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുകയാണ്. മമതാ ബാനർജി തുടരുമോ, അതല്ലെങ്കിൽ BJPക്ക് ബംഗാളിൽ ശരി ജിഷ്ണു, ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ബംഗാളിൽ ഇന്ന് BJP പുറത്തിറക്കിയാണ്. ദേശീയ തലത്തിൽ കൂടി ഉള്ള ചർച്ചകൾ ബംഗാളിനെ സംബന്ധിച്ചുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുക. അതേസമയം അസമിലും അതോടൊപ്പം തന്നെ പുതുച്ചേരിയിലും ഇങ്ങനെ കൂട്ടലും കിഴിക്കലും ഒക്കെ നടക്കുകയാണ്. ലൈംഗിക അതിക്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന് ഇന്ന് നിർണായകമാണ്. രഞ്ജിത്ത് നൽകിയ ജാമ്യാപേക്ഷയിൽ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയുകയാണ്. സിനിമാ സെറ്റിൽ ലൈംഗിക അതിക്രമം നേരിട്ടുവന്ന യുവനടിയുടെ പരാതിയിലാണ് രഞ്ജിത്ത് അറസ്റ്റിലായത്. AT അശ്വതി വിശദാംശങ്ങൾ നൽകും. അശ്വതി, രഞ്ജിത്ത് തെളിവെടുപ്പൊക്കെ നേരത്തെ നടത്തിയതാണ്. പോലീസ് അതിവേഗം കാര്യങ്ങൾ നീക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇന്ന് വളരെ നിർണായകമായ ഒരു വിധി ഉണ്ടാകാൻ കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അന്ന് ജാമ്യം വേണം എന്ന രഞ്ജിത്തിന്റെ ആവശ്യം, ഒപ്പം തന്നെ രഞ്ജിത്ത് മുന്നോട്ട് വെച്ചത് വോട്ട് രേഖപ്പെടുത്തണമെന്നതായിരുന്നു. പക്ഷേ അതിനെ പ്രോസിക്യൂഷൻ തടയുകയാണ് ചെയ്തത്. റിമാൻഡിൽ കഴിയുന്ന പ്രതി, ഒരു കേസിൽ പ്രതിയാണ്, വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല എന്നുള്ള ഒരു കാര്യം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇന്നത്തേക്കാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇതിൽ കസ്റ്റഡി അപേക്ഷ വീണ്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണം, കൂടുതൽ തെളിവെടുപ്പുകളും ചോദ്യം ചെയ്യലുകളും ആവശ്യമാണ് എന്നൊരു കാര്യം പോലീസ് മുന്നോട്ട് വെക്കുന്നു. മാത്രമല്ല, രഞ്ജിത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ, ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്ന് ഇതിലൊരു വിധി പറയുക. കഴിഞ്ഞ ദിവസം ഇതിൽ വാദം, ഈ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരുന്നു. എന്തായാലും ഇന്ന് വിധി രഞ്ജിത്തിന് ആശ്വാസകരമായ ഒരു വിധി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ഇനി ബിസിനസ് വാർത്തകൾ നോക്കാം. വിപണിയുടെ വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് പശ്ചിമേഷ്യൻ സംഘർഷമൊക്കെ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ വിപണിയിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. 2 ആഴ്ചത്തെ വെടിനിർത്തൽ ഉണ്ടാക്കിയിട്ടുള്ള ആവേശം ആഗോള വിപണികളിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു മുന്നേറ്റത്തിന് തുടർച്ച നമ്മുടെ വിപണിയിലും ഉണ്ടായി. എന്നാൽ ഇന്നലെ ഉയർന്ന നിലവാരത്തിൽ നിക്ഷേപകർ ലാഭമെടുത്തത് മുൻനിര ഓഹരികളൊരു വിൽപ്പനയ്ക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ കാര്യമായി വിൽപ്പന ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. വരും ദിവസങ്ങളിലും ഉയർന്ന തോതിലുള്ള ഏറ്റക്കുറച്ചുകൾ വിപണി തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് 24,000 എന്നുള്ള നിലവാരം വളരെ
പ്രധാനമാണ്. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ. മാത്രമല്ല ആഗോളതലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകളോ സൂചനകളോ യുദ്ധവുമായി ബന്ധപ്പെട്ട് മാറി മറിഞ്ഞ് ഉണ്ടായേക്കാം എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക വിപണിയിൽ ഇപ്പോഴുമുണ്ട്. കാരണം രണ്ട് ആഴ്ചയിലേക്ക് എന്നുള്ളത് പറഞ്ഞത് ഒരു താൽക്കാലികമായ വെടിനിർത്തൽ മാത്രമാണ്. അതിനിടയിൽ തന്നെ പല തരത്തിലുമുള്ള പ്രസ്താവനകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ഏത് തരത്തിൽ വേണമെങ്കിലും വിപണിക്ക് പ്രതികൂലമായി ബാധിക്കാം എന്നുള്ളതിൻ്റെ ആശങ്ക നിക്ഷേപകർക്കിടയിൽ ഉള്ളതുകൊണ്ടാണ് വിപണിയുടെ ഈ ഓരോ ഉയർച്ചയിലും നിക്ഷേപകർ വിറ്റുമാറാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന തുടർച്ചയായി വിൽപ്പനയും ചേർത്ത് വായിക്കേണ്ടതാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇപ്പോഴും തുടരുന്ന ഈ ഒരു വിൽപ്പന ഒരു പരിധിവരെ മറികടക്കാൻ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപത്തിന് കഴിഞ്ഞിട്ടെങ്കിൽ കൂടിയും എത്രമാത്രം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഈ ഒരു വിൽപ്പനയെ പ്രതിരോധിച്ചുകൊണ്ട് നിക്ഷേപം തുടരാൻ പറ്റുമെന്നുള്ള കാര്യം സംശയം തന്നെയാണ്. കാരണം നാളിതുവരെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിറ്റതിൻ്റെക്കാൾ അധികം നിക്ഷേപം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ അത് എല്ലാം മറികടന്നുകൊണ്ട് തുടരാൻ പറ്റുമോ എന്നുള്ള കാര്യവും ഒരു ആശങ്ക തന്നെയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നിക്ഷേപത്തിലേക്ക് മാറാത്തൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ചെറുകിട നിക്ഷേപകരും ആഭ്യന്തര നിക്ഷേപകരും കൂടെ വിൽപ്പനയിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിപണിയെ കൂടുതൽ താഴ്ചയിലേക്ക് നീക്കിയേക്കാം. അതിന് വരും ദിവസങ്ങളിൽ ഉള്ള ആഗോള ഘടകങ്ങളുടെ നീക്കങ്ങൾ ഒരു പരിധിവരെ നിർണായകവുമാണ്. ഈ ഒരു ഘട്ടത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകളോ അല്ലെങ്കിൽ പുതിയ നീക്കങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അത് തീർച്ചയായും വിപണി മുന്നോട്ട് നയിക്കുന്ന പ്രേരിപ്പിക്കുകയും ചെയ്യും. എന്തായാലും 24,000 എന്നുള്ള മൂന്നര സൂചികയായ നിഫ്റ്റിയുടെ നിലവാരം വളരെ പ്രധാനമാണ്. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വിപണിയിലൊരു നിക്ഷേപ താല്പര്യം തുടരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കെ ദിലീപാണ് വിപണിയുടെ വിലയിരുത്തൽ നൽകിയത്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഇങ്ങനെ തുടരുകയാണ്. കുവൈറ്റിൽ വീണ്ടും ഒരു ഇറാൻ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നു. കുവൈറ്റിലെ അതീവ സുരക്ഷാ മേഖലയായ നാഷണൽ ഗാർഡ് സൈറ്റിലാണ് ആക്രമണം നടന്നത്. വ്യാഴാഴ്ചയുണ്ടായ ആക്രമണത്തിൽ താവളത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി കുവൈറ്റ് നാഷണൽ ഗാർഡ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ ജദാൻ ഫാദൽ സ്ഥിരീകരിച്ചു. അതേസമയം അമേരിക്ക ഇറാൻ സ്ഥിരം വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇന്ന് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ തുടക്കമാവുകയാണ്. ഇറാഖ് ഇറാൻ അതിർത്തികളോട് ചേർന്ന് നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കുവൈറ്റിന് നേരെ ഇത്തരമൊരു ആക്രമണമുണ്ടായത്. നിർണായക വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇറാൻ പ്രതിനിധി സംഘം പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെത്തിയിട്ടുണ്ട്. രാജ്യത്തെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്നാണ് ഔദ്യോഗിക മാധ്യമത്തിൽ പ്രസ്താവനയിലൂടെ ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി അറിയിച്ചത്. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും തങ്ങളുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. യുദ്ധത്തിൽ വിജയിച്ചത് ഇറാനാണെന്നും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും ഖമനേയി പ്രഖ്യാപിച്ചു. കുവൈറ്റിലുണ്ടായ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കും സൈനിക സാമഗ്രികൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആക്രമണ സമയത്ത് സൈനികർ സുരക്ഷിത താവളങ്ങളിലായതിനാൽ ആർക്കും പരിക്കേറ്റില്ല. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കുന്ന കാര്യത്തിൽ ഇറാൻ വളരെ മോശമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന ട്രംപ് ആരോപണം ഉന്നയിച്ചു. യുഎസും ഇറാനും തമ്മിലുള്ള കരാർ ഇങ്ങനെയല്ല എന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുതയ്ക്ക് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്കും തുടക്കമാവുകയാണ്. ലെബനൻ സർക്കാരിന്റെ നിരന്തരമായ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ചന്ദ്രൻ അടുത്തുവരെ പോയ 4 ബഹിരാകാശ യാത്രികരുമായി ആർട്ടിമിസ് 2-ന്റെ ഓറിയോൺ പേടകം ഭൂമിയിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. പേടകം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഇന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തും. മണിക്കൂറിൽ ഏകദേശം 40,000 കിലോമീറ്റർ വേഗത്തിലാണ് പ്രവേശിക്കുക. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:37 കടലിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യും. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 3ാം തോൽവി. ലക്നൌ സൂപ്പർ ജെയിൻസ് 3 വിക്കറ്റിന് കൊൽക്കത്തയെ തോൽപ്പിച്ചു. 182 റൺസ് വിജയലക്ഷ്യം അവസാന പന്തിൽ മറികടക്കുകയായിരുന്നു. 128 റൺസ് എടുക്കുന്നതിനിടെ 7 വിക്കറ്റ് നഷ്ടമായ ലക്നൌവിനെ മുകുൾ ചൌധരിയുടെ ബാറ്റിംഗാണ് വിജയത്തിലെത്തിച്ചത്. 26 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ മുകുൾ 54 റൺസുമായി പുറത്താകാതെ നിന്നു. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിലാണ് 181 റൺസ് എടുത്തത്. IPL-ൽ ഇന്ന് രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരും തമ്മിലാണ് പോരാട്ടം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം.